സർ, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എത്തിയിരിക്കുകയാണ്. കൊല്ലത്താണ് ഇക്കുറി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പാർട്ടിയിലെ വിഭാഗീയത അടിച്ചൊതുക്കി പിണറായി സമ്പൂർണ്ണമായിട്ടും പിണറായി ഈസ് ഈക്വൽ ടു പാർട്ടി എന്ന മട്ടിലായിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? CPM പല കാര്യങ്ങളിലും ചില നിലപാട് മാറ്റുകയും പുതിയ ഒരു തരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. കാരണം മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കണം. അത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം രണ്ടാം തവണ അധികാരത്തിലേറുമ്പോൾ അത് പിണറായിയുടെ നേട്ടമായിട്ടാണ് അത് കാണുന്നത്. ആ പിണറായിസം വീണ്ടും 2026 തുടരും അല്ലെങ്കിൽ തുടരണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതത്ര എളുപ്പമാണോ സാർ? എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ CPM ആണ്. അതുകൊണ്ട് അവരുടെ കണക്ക് കൂട്ടലുകളൊന്നും അത്ര പെട്ടെന്നൊന്നും പിഴയ്ക്കാറില്ല. അത് കോൺഗ്രസ് പോലല്ലല്ലോ, അതൊരു കേഡർ പാർട്ടിയാണ്. ഇപ്പോൾ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന് കനത്ത പ്രഹരമുണ്ടായി. 19 പോലെ തന്നെ ഒരു സീറ്റാണ് നിലനിർത്തിയത്. ആലപ്പുഴ പോയിട്ട് കയ്യിലിരുന്നത് പോയി, ആലത്തൂര് പിടിച്ചു. ആലത്തൂര് നമ്മൾ കാണുന്നത് അത് രാധാകൃഷ്ണൻ്റെ ഒരു വിജയമാണ്. രാധാകൃഷ്ണൻ്റെ ഫേസിന് കിട്ടിയ വോട്ടാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അതങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ 19 മണ്ഡലങ്ങളിലും CPM-ൻ്റെ വോട്ട് വിഹിതം കുറയുകയുണ്ടായി. അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അത് മുഴുവൻ അന്നേരമെല്ലാം ആരോപണങ്ങൾ ചെന്ന് പതിക്കുന്നത് പിണറായിയുടെ നേരെയാണ്. ലോക്കൽ സമ്മേളനമൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിണറായിക്കെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത്. പിണറായിയുടെയും കുടുംബത്തിൻ്റെയും മകളുടെയും ഒക്കെ തന്നെ മേലുണ്ടായ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് പാർട്ടിക്ക് ഇത്രത്തോളം വലിയ പതനം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. അതൊക്കെ അപ്പോൾ കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു പിണറായി ഇപ്പം തകർന്ന് തരിപ്പണമാകുക. ഇപ്പോഴെന്താ പറ്റിയത്? എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടു, എല്ലാം തീർന്നില്ലേ? ഇപ്പോൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ വന്ന് കണ്ണൂരിലെ CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ നവീൻ ബാബുവിൻ്റെ മരണം പോലും അതിൽ നിന്നും പാർട്ടി ഇപ്പോൾ എല്ലാ തരത്തിലുള്ള പാപക്കറ മുഴുവൻ കഴുകിക്കളഞ്ഞിട്ട് നിൽക്കുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അവർ അതിനകത്ത് തന്നെയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ നേരിടുന്ന അവസരത്തിൽ പിണറായി വിജയൻ വളരെ കരുതലോടുകൂടി തന്നെ വെട്ടി ഒതുക്കേണ്ടവരെ ഒതുക്കിയിരുത്തി. തോമസ് ഐസക്കിനെ, ജി സുധാകരനെ, അതുപോലെ ശൈലജ വിജയിച്ചു വന്നുവെങ്കിലും മന്ത്രിയാക്കിയിട്ടില്ല. ഒരു പുതിയ ഒരു നിരയാണ്. AK ബാലൻ്റെ ഒന്നും അഡ്രസ് പോലും ഇല്ല. AK ബാലൻ പലപ്പോഴും പിണറായിക്ക് രക്ഷകനായിട്ട് ഓടിയെത്തുന്ന ആളാണ്. ഇപ്പോൾ ഒന്നും കേൾക്കാനും കൂടിയില്ല. MA ബേബിയൊക്കെ തന്നെ നേരത്തെ തന്നെ ഒതുക്കി ഇരുത്തിയിരിക്കും. ഡൽഹിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയാം. അത് എന്തെങ്കിലും വലിയ സാംസ്കാരിക വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ MA ബേബി പ്രതികരിക്കത്തുള്ളൂ. കേരളത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ബേബി പറയും അത് ഞാൻ അഖിലേന്ത്യാ നേതാവാണ്, ആഗോള നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്ന കക്ഷിയാണ്. മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ ചിലതൊക്കെ പറയും. പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ മനസ്സിലാകത്തില്ലല്ലോ എന്താണ് പറയുന്നതെന്ന്. ബേബിക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിണറായിയുടെ കൈകളിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ചോദിക്കും, പാർട്ടി സെക്രട്ടറിയെ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാകാം. പാർട്ടി സെക്രട്ടറിയെ മാറ്റിയാലും ഒരു അടുത്ത നിരയിലേക്ക് യുവനിരയെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതാണല്ലോ നമ്മൾ കണ്ടത്. ഇപ്പം 2021 തന്നെ റിയാസിനെ കൊണ്ടുവന്നു. പുതിയ നിരയിൽ നിന്നാണ്, മരുമകൻ കൂടിയാണ്, അത് വേറെ കാര്യം. 21 റിയാസിനെ വളരെ മുമ്പേ കൊണ്ടുവന്നു. അദ്ദേഹം 2009 തൊട്ട് മത്സരിക്കുന്നുണ്ട്, നിലം തൊട്ടിട്ടില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ ഈ 21 നമ്മൾ മന്ത്രിസഭ രണ്ടാം മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ ഇപ്പോൾ ആരെയുണ്ട് നമ്മൾ കേൾക്കുന്നത്, സ്ഥിരമായി കേൾക്കുന്നത് മന്ത്രിതലത്തിൽ? പിണറായിയും മരുമകനെക്കുറിച്ചും മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ ജോർജ് മാത്രം. വീണ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ആടി ഉലയില്ല എന്നൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മുഴുവൻ അധികാരം മുഴുവൻ കേന്ദ്രീകൃതമായിരിക്കുന്നത് പിണറായിയിലാണ്. അത് LDFനെ സംബന്ധിച്ചിടത്തോളം ആയാലും CPM മുഴുവൻ ആരിലേക്കാണ് പോയിരിക്കുന്നത്? പിണറായിയിലേക്കാണ് പോയിരിക്കുന്നത്. പിണറായിസം തന്നെയാണ് നിൽക്കുന്നത്. CPM മാത്രമാണോ? വാസ്തവത്തിൽ LDFും സമ്പൂർണ്ണമായിട്ടും പിണറായിയിൽ പിണറായിയെ ഭയമല്ലേ എല്ലാവർക്കും? ആരുണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, CPI നേരെ നിന്ന് വർത്തമാനം പറയുമോ? പിണറായിയുടെ നേരെ നോക്കി ഒന്നും പറയത്തില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും മണിക്കൂറുകൾക്കകം അതിനകത്തൊക്കെ മാറ്റി പറഞ്ഞ് തിരുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആരാ പറയുന്നത്? ഏത് പാർട്ടി? എല്ലാം ഘടകകക്ഷികളല്ലേ. ആ ഘടകകക്ഷികളൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 സീറ്റുകൾ ഉള്ളവർ മാത്രമാണ്. ഒരു സീറ്റുള്ളവർ ആര് പറയും? ആന്റണി രാജു പറയുമോ? KB ഗണേഷ് കുമാർ ചില കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും കേൾക്കുന്നില്ല. അല്ലാതെ പിന്നെ പിണറായിക്കെതിരെ ഒന്നും പറയില്ല. അല്ലാതെ ആര് പറയുന്നുണ്ട്? CPIയുടെ മന്ത്രിമാരുണ്ട്. ആരെ നമ്മൾ കേട്ടിട്ടുണ്ട്? പിന്നെ പ്രസാദായാലും GR അനിലായാലും ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട പഴയ കാലം മുതൽ തന്നെ CPI കൈയാളുന്ന വകുപ്പുകൾ തന്നെയാണ് ഇവരും കൈവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെക്കുറിച്ചും ഒന്നും നമുക്ക് കേൾക്കാൻ കൂടി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ LDF എന്ന് പറഞ്ഞാൽ തന്നെയും പിണറായിസത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായിക്കറിയാം ഇതെങ്ങനെ മൂന്നാം തവണയും. പിണറായിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിന് ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വേട്ടയാടലൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിനെയൊക്കെ വിദേശത്തൊക്കെ പോയി നമ്മുടെ പണം ഉപയോഗിച്ച് ചികിത്സിച്ച് വളരെ ആരോഗ്യവാനായി വന്നിട്ട് മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പരാജയപ്പെട്ട് കേരളത്തിൽ നിൽക്കത്തില്ല. കേരളത്തിൽ ഇനിയും പിണറായി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യനായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നോട്ടം. അതായിരിക്കും നടക്കാൻ പോകുന്നത്. പിണറായി സംബന്ധിച്ചിടത്തോളം ആ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങി മുൻ മുഖ്യമന്ത്രിയായിരുന്നു സർവക്ഷേ അതിനൊരു വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ പ്രായം. ഇപ്പം ഏതാണ്ട് അദ്ദേഹം 81 വയസ്സ് ഏതാണ്ട് അതിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ പാർട്ടി കഴിഞ്ഞ തവണ ഒരു ഇളവ് കൊടുത്തു, ഇനിയും ഒരു ഇളവ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അത് പാർട്ടി ഇളവ് കൊടുക്കുക. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ആകെ ഉള്ളത് എവിടെ മാത്രമാണ്? കേരളത്തിൽ മാത്രമല്ല ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പച്ചപ്പ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ പിണറായി പറയുന്നത് പോലെ തന്നെയാണ്. ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ മുഴുവൻ ഉറങ്ങി കഞ്ഞിയും പയറും കുടിച്ച് കിടക്കുന്നത് ഇവിടുത്തെ പൈസ കൊണ്ടുപോയിട്ടല്ലേ, അല്ലാതെ എന്തുകൊണ്ടാണ്? ഇപ്പം കോൺഗ്രസ് തന്നെ ഹൈക്കമാൻഡ് ഒരു നോട്ടം ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്, LDF മാറിക്കഴിഞ്ഞാൽ UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്, എന്തായാലും BJP അല്ല. അതുകൊണ്ട് അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഹൈക്കമാൻഡ് എന്തെങ്കിലുമൊക്കെ തിന്നുകുടിച്ച് കിടക്കണ്ടേ? എല്ലാവന്മാരും കോൺഗ്രസ്സുകാരന്മാരാണ്, തിന്നു കൊഴുത്ത അമ്പലക്കാളകളെ പോലെ നടക്കുന്നവരാണ്. അവർക്ക് അതിന് വേണ്ടതായ വക വേണ്ടേ? അതൊക്കെ ഇവിടുന്നാണ്. ഇവിടെ ഉള്ളവർക്കും തികയുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എല്ലാം തൻ്റെ കാൽ കീഴിൽ. പിണറായി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് കയറി വന്നതല്ല, പതുക്കെ ഇങ്ങനെ വെട്ടിനിരത്തി നമുക്കറിയാം ആയിട്ടുള്ള ആ പോരടിച്ച് താഴേത്തട്ടിലുള്ള മുഴുവൻ വെട്ടിനിരത്തിയാണ് ഇദ്ദേഹം ഈ വൻ മരം മുഴുവൻ തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പിണറായി VS പക്ഷക്കാരെ മുഴുവൻ തൻ്റെ അടുക്കൽ എത്തിച്ചില്ലേ? ഓരോരോ സ്ഥാനങ്ങളും മറ്റുമൊക്കെ നൽകി വേണ്ട തരത്തിൽ പ്രീതിപ്പെടുത്തി വെട്ടി പുറത്താക്കി. അപ്പോൾ ഇപ്പോഴും പിണറായിയുടെ കയ്യിൽ തന്നെയാണ്. പിണറായി തീർച്ചപ്പെടുത്തും പാർട്ടി സെക്രട്ടറി. മിക്കവാറും നോക്കിക്കോ, M സ്വരാജ് ആയിരിക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ അടുത്ത ഒരു നിരയെ ഇറക്കും. ഇതെല്ലാം പിണറായിയുടെ കാൽച്ചുവട്ടിൽ നിൽക്കും. ഇനിയും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനിയിപ്പോൾ രൂപം കൊള്ളും.
കാര്യം എന്ന് പറഞ്ഞാൽ CPM അല്ലെങ്കിൽ LDF വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തന്നെ ലീഗിനകത്ത് എന്തെങ്കിലും പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ലീഗിനെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം പിണറായി നടത്തും. അങ്ങനെ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ നൽകിക്കൊണ്ട് ഇവർ വീണ്ടും ഭരണം നിലനിർത്താനുള്ള എല്ലാ ശ്രമവുമായിരിക്കും. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി അതിനുള്ളൊരു വേദിയാണ്. പിണറായി ഒരിക്കലും മുൻ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലായിരിക്കില്ല ഇവിടെ ജീവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ജീവിതത്തിലും തന്നെ ഒരിക്കൽ ഒരുപക്ഷെ പടിയിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.